നമസ്കാരം. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച സ്കോറിലേക്ക് മുന്നേറിയതോടെ കേരളത്തിന്റെ കിരീട സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. നാലാം ദിനത്തിൽ കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എന്ന നിലയിലാണ് വിദർഭ. സെഞ്ചുറി നേടിയ മലയാളി താരം കരുൺ നായരുടെ മിന്നും പ്രകടനമാണ് ടീമിന് കരുത്തായത്. വിദർഭയ്ക്ക് വേണ്ടി ആദ്യ ഇന്നിംഗ്സിൽ 86 റൺസ് നേടിയ കരുൺ നായർ രണ്ടാം ഇന്നിംഗ്സിൽ ശതകം തന്നെ തികച്ചു. 184 പന്തിൽ 7 ക്ലാസ് 4ഉം 2 സ്റ്റൈലിൻ 6 അടിച്ചാണ് കരുൺ തന്റെ സെഞ്ചുറിയിലെത്തിയത്. ഈ രഞ്ജി സീസണിലെ കരുണിന്റെ 4ാം ശതകമാണിത്. ഈ ആഭ്യന്തര സീസണിലെ 9ാമത്തേതും. വിജയ് ഹസാരെ ട്രോഫിയിൽ 5 സെഞ്ചുറിയാണ് കരുൺ നേടിയത്. ഫൈനലിൽ വിദർഭയും കരുണും കേരളത്തിന് മേൽ കൃത്യമായ ആധിപത്യമാണ് നേടിയിരിക്കുന്നത്. സെഞ്ചുറിക്ക് ശേഷം താരത്തിന്റെ ആഘോഷ പ്രകടനം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സെഞ്ചുറിക്ക് ശേഷം സ്ഥിരം ശൈലിയിൽ ബാറ്റും ഹെൽമറ്റും ഉയർത്തിക്കാട്ടിയ കരുൺ നായർ പിന്നീട് കൈവച്ച് 9 വിരലുകൾ ഗ്യാലറിക്ക് നേരെ കാണിച്ചു. ഈ സീസണിലെ തന്റെ 9ാം സെഞ്ചുറിയാണിതെന്ന് ഈ മലയാളി താരം വിളിച്ചു പറയുകയായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിൽ കളിച്ചിട്ടും യാതൊരു പരിഗണനയും നൽകാതിരുന്ന മുടന്തൻ ന്യായങ്ങൾ അണിനിരത്തിയ സെലക്ടർമാർക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഉന്നതന്മാർക്ക് നേരെ കരുൺ നായർ വിളിച്ചു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ആ വിരലുകളെന്നാണ് ആരാധകർ പറയുന്നത്. മത്സരശേഷം മലയാള മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലും കരുൺ തന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. നാളെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യണം, ടീമിന്റെ ജയമാണ് പ്രധാനം. രഞ്ജി ട്രോഫിക്ക് ശേഷം IPL-ലും മികച്ച പ്രകടനം കാഴ്ചവെക്കണം, റൺസ് അടിക്കുക എന്നതാണ് എന്റെ ചുമതല. ഇന്ത്യൻ ടീമിൽ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നുമായിരുന്നു കരുൺ നായർ പറഞ്ഞത്. റൺസ് സ്കോർ ചെയ്യുക എന്നതാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ല. റൺ അടിക്കണം, ടീമിനെ ജയിപ്പിക്കണം. ആദ്യമായല്ല കരുൺ രഞ്ജി ഫൈനലിൽ സെഞ്ചുറി തികയ്ക്കുന്നത്. 2014-15 സീസണിൽ രഞ്ജി ട്രോഫി ഫൈനലിൽ തമിഴ്നാടിനെതിരെ 328 റൺസ് നേടി കരുൺ നായർ കളിയിലെ താരമായിട്ടുണ്ട്. രഞ്ജി ഫൈനലിലെ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഈ സീസണിൽ ഇത് തന്റെ 9ാം സെഞ്ചുറി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കരുണിന്റെ ആഘോഷം. നേട്ടത്തിലെത്തിയതിന് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തന്റെ 9 വിരലുകൾ കാട്ടിയായിരുന്നു കരുൺ ആഘോഷിച്ചത്. വിജയ് ഹസാരെ ട്രോഫിയിൽ 6ഉം രഞ്ജി ട്രോഫിയിൽ 3 സെഞ്ചുറികളാണ് കരുൺ അടിച്ചുകൂട്ടിയത്. രഞ്ജി ട്രോഫി ഫൈനലിൽ 280 പന്തിൽ 10 4ഉം 2 6ഉം സഹിതം 132 റൺസുമായി കരുൺ നായർ ക്രീസിൽ തുടരുകയാണ്. ന്യൂസിലൻഡിനെതിരെ സ്വന്തം മണ്ണിലും പിന്നീട് ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലും ടെസ്റ്റ് പരമ്പരകൾ ഇന്ത്യൻ ടീം ഈയിടെ അടിയറവ് പറഞ്ഞിരുന്നു. നിലവിലെ കളിക്കാരോടെല്ലാം തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങാൻ BCCI ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് ചാമ്പ്യൻസ് ട്രോഫി, ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പര എന്നിവയ്ക്കുള്ള ടീം സെലക്ഷൻ. വിജയ് ഹസാരെ ട്രോഫിയിൽ ഗോഡ് മോഡിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്ന കരുൺ ടീമിലേക്ക് ഒരു വിളി പ്രതീക്ഷിച്ചിരിക്കണം. ഇത്രയും താരങ്ങൾ മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള ബൈലാറ്ററൽ പരമ്പരയിലെങ്കിലും കരുൺ ഒരു സ്ഥാനം തീർച്ചയായും അർഹിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഭംഗിയായി തഴയപ്പെട്ടു. മറ്റുള്ള താരങ്ങളോട് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം കണ്ടെത്താൻ ആവശ്യപ്പെട്ട BCCI അവിടെ മിന്നും പ്രകടനം കാഴ്ചവെച്ച കരുണിനെ കണ്ടില്ലെന്ന് നടിച്ചത് ഇരട്ടത്താപ്പിന്റെ ഒരു പ്രത്യേക പതിപ്പാണ്. കരുണിനെ എന്തുകൊണ്ട് തഴഞ്ഞുവെന്ന ചോദ്യങ്ങൾ അന്ന് സെലക്ടർമാർക്കെതിരെ ഉയർന്നിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഒരു അവസരം അർഹിക്കുന്നില്ലേ എന്നും BCCI മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിന് നേരെ ചോദ്യം വന്നു. എന്നാൽ എല്ലാവരെയും അങ്ങനെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നായിരുന്നു അഗാർക്കർ അന്ന് തിരിച്ചു ചോദിച്ചത്. വിജയ് ഹസാരെ ട്രോഫിയിൽ അപ്പോൾ 750 റൺസ് ശരാശരിയിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്ന താരമായിരുന്നു കരുൺ നായർ. ഒരിക്കലും അത് നിസ്സാരമല്ലെന്ന് അഗാർക്കർ അംഗീകരിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും 15 പേരിൽ ഒരാളാകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അത്രേ. എത്രയൊക്കെ റഡാറിൽ ഇല്ലാതിരുന്ന താരമാണെന്ന് പറഞ്ഞാലും ഇത്രയും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ അയാൾ ഒരു അവസരം അർഹിച്ചിട്ടുണ്ട്. എന്നാൽ കരുൺ അതിൽ നിരാശനായില്ല. വിജയ് ഹസാരെ ഫൈനലിൽ കർണാടകയുടെ തോറ്റ അദ്ദേഹം രഞ്ജിയുടെ 2ാം ഘട്ടത്തിൽ അതേ ഫോം നിലനിർത്തി. ഒടുവിൽ സീസൺ അവസാനമായ രഞ്ജി ഫൈനലിൽ കേരളത്തോട് മിന്നും പ്രകടനത്തോടെ ടീമിനെ അയാൾ വിജയത്തിലേക്ക് നയിക്കുകയാണ്. ഈ സീസൺ തുടക്കത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് കേരളത്തിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് കരുൺ അറിയിച്ചിരുന്നു. എന്നാൽ അത് മുന്നോട്ട് പോയില്ലെന്നും വിദർഭയിൽ നിന്നും ഓഫർ വന്നപ്പോൾ സ്വീകരിക്കായിരുന്നുവെന്നും കരുൺ പറയുന്നു. ഒരുപക്ഷെ രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ ഏറ്റവും മികച്ച സീസണിൽ കരുണും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ കേരള ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിക്കുന്നുണ്ടാകും.